ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് മോഷണക്കേസ് പ്രതി റിജു ആന്റണിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയുന്നു. പ്രതിയുമായി ഇന്ന് ഈ ഫെഡറൽ ബാങ്കിൽ തെളിവെടുപ്പ് നടത്തും. ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച 10 ലക്ഷം രൂപ ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. അതിനിടെ റിജു ആന്റണി ചാലക്കുടി പള്ളിപ്പെരുന്നാളിനെത്തിയ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഇയാൾ ഈ പള്ളിപ്പെരുന്നാളിന് പോയ ദിവസമൊക്കെ തന്നെ അയാളിൽ ബാങ്കിൻ്റെ സാധ്യതകളൊക്കെ പരിശോധിച്ചത് മാത്രമല്ല, ഇയാളിൽ എക്സ്പയർ ആയിപ്പോയ ഒരു ബാങ്ക് കാർഡും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാർഡും അയാൾ അവിടെ കൊണ്ടുപോയി അവിടെ കൊടുത്ത് ഈ കാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ആ ദൃശ്യങ്ങളാണ്, ഈ പള്ളിപ്പെരുന്നാളിനെത്തിയ ഇയാളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ കഷണ്ടി മനുഷ്യനാണ് ഈ മോഷ്ടാവ്. റിജു ആൻ്റണിയുടെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. പള്ളിപ്പെരുന്നാളിനൊക്കെ എത്തി. എങ്ങനെയാണ് ഇയാൾക്ക് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഈ മോഷണം നടന്നതിന് ശേഷം ഈ വാർത്തയെ വളരെ പിന്നാലെ തന്നെ നടന്ന് റിപ്പോർട്ട് ചെയ്ത നമ്മുടെ സൂരജ് സജി നമുക്കൊപ്പം ചേരും. അത് ആശാരിപ്പാറയിലെ അയാളുടെ വീട്ടിൽ നിന്നാണ് ചേരുക. അതേപോലെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് ഉണ്ട്. വിഷ്ണു സുരേഷ് കൂടി ചേരും. അപ്പോൾ വിഷ്ണു, സൂരജ്, ഗുഡ് മോർണിംഗ്. വിഷ്ണു, എപ്പോഴാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുക? എന്തൊക്കെയാണ് തുടർ നടപടികൾ? യഥാർത്ഥത്തിൽ പോലീസ് പറഞ്ഞ ചില കൺഫ്യൂഷനൊക്കെ ഇയാൾ ഉണ്ടാക്കുന്നുണ്ട്, മാറിയും തിരിഞ്ഞുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് വെരിഫൈ ചെയ്ത് മനസ്സിലാക്കണമെന്നൊക്കെ ഇന്നലെ റൂറൽ SP സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ. ഇപ്പോൾ പോലീസിന് സംശയങ്ങളൊക്കെ മാറി കിട്ടിയോ? എല്ലാം കല്ലും നെല്ലും തിരിഞ്ഞ് ഈ മോഷ്ടാവിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിലായോ പോലീസിന്? ഗുഡ് മോർണിംഗ്. ഏറെക്കുറെ സംശയങ്ങളൊക്കെ പോലീസിന് മാറിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ചില മൊഴികളിൽ വൈരുദ്ധ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി പോലീസ് ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും പ്രതി സഹകരിച്ചു. പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പോലീസ് വിശ്വാസത്തിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും റിജു ആന്റണിയെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കുക. അതിനു മുമ്പ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി നിൽക്കുന്ന തെളിവെടുപ്പ് അത് ഉണ്ടാകും. ബാങ്കിലും അതോടൊപ്പം തന്നെ വീട്ടിലും എത്തിച്ചായിരിക്കും തെളിവെടുപ്പ് നടത്തുക. 5 ലക്ഷം രൂപയോളം ചെലവാക്കിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. അതിൽ 2.5 ലക്ഷം രൂപ ഇതിനോടകം തന്നെ ഏതുവഴി ചെലവായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി തുക കേന്ദ്രീകരിച്ചാണ് അത് റിക്കവർ ചെയ്യാനുള്ള ശ്രമത്തിലേക്കായിരിക്കും അന്വേഷണ സംഘം പോകുക. ദൂർത്ത് തന്നെയാണ് ഈ മോഷണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസിന്റെ വിലയിരുത്തൽ. അതുതന്നെയാണ് ഈ പ്രതി പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിലൊരു സഹായം ഈ പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് വിശദമായ അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുന്നത്. കാരണം ഇയാൾ ഇവിടെ ഈ ബാങ്കിലേക്ക് എത്തുന്നതും അതിനു മുൻപ് ഈ ബാങ്കിൻ്റെ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ, മോഷണത്തിന് ശേഷം ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. നിലവിൽ റിജു ആന്റണി മാത്രം എന്നാണ് വിലയിരുത്തൽ. എന്നാൽ അതിൻ്റെ സാധ്യതകളെല്ലാം അന്വേഷിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. ആദ്യം ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും, അതിനുശേഷം വൈദ്യപരിശോധന, അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. നിലവിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലാണ് പ്രതിയുള്ളത്. SP അടക്കമുള്ള ആളുകൾ ഒരു 11 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. ഒരു റൗണ്ട് കൂടി റിജോയെ വിശദമായി ചോദ്യം ചെയ്യും. അത് ഈ സംശയ ദൂരീകരണത്തിന്റെ ഭാഗമായാണ്. ഇയാൾ നേരത്തെ ഏതെങ്കിലും തരത്തിൽ ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും. ഒരു 4 ദിവസം മുമ്പ് ഈ ബാങ്കിലെത്തി ബാങ്കിന്റെ ചുറ്റുപാടുകളൊക്കെ മനസ്സിലാക്കിയ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തായിരുന്നു ഈ മോഷണം നടത്തിയത്. അപ്പോൾ ഇവർ എപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുമെന്നൊക്കെ അയാൾ ആ ബാങ്കിലെത്തി നിരീക്ഷിച്ച് കൃത്യമായ സമയമൊക്കെ ഉറപ്പിച്ച് വെറും 2.5 മിനിറ്റ് കൊണ്ടാണ് ആ മോഷണം നടത്തി പുറത്തേക്ക് ഇറങ്ങിയത്. അതിനുശേഷം ഇയാളുടെ ക്രൈമും ഇൻറ്റൻഷനും ഒക്കെ വളരെ കൃത്യമാണ്. അതായത് ഇയാൾ അവിടെ എത്തി, ഈ ആദ്യം എത്തുമ്പോൾ സ്കൂട്ടറിൽ മിറർ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ മോഷണ ശേഷം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മിറർ വെക്കുന്നു. ഈ CCTV ദൃശ്യങ്ങളിൽ താൻ പെടുമെന്നൊരു ധാരണ അയാൾക്കുണ്ടായിരുന്നു. ആ ധാരണ അത് പോലീസിനെ വഴിതിരിക്കാൻ വേണ്ടിയിട്ട് 3 തവണ വസ്ത്രം മാറുന്നു. പക്ഷേ അപ്പോഴും വില്ലനായി, അല്ലെങ്കിൽ ഒരു തെളിവിൻ്റെ ഖണികയായി അയാളുടെ കാലിലുണ്ടായിരുന്ന ഷൂസ് പോലീസിന് വഴികാട്ടിയാകുന്നു. ആ ഷൂസ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഏറ്റവും ഒടുവിൽ റിജു ആന്റണിയെ പിടികൂടുന്നത്. ഇതിൻ്റെ ഇൻറ്റൻഷൻ, ഈ പണം, ദൂരത്തിലൂടെ നഷ്ടപ്പെട്ട പണം ആ ഭാര്യ എത്തുന്നതിന് മുൻപ് കടബാധ്യതയൊക്കെ വീട്ടി സുഖമായി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നുണ്ട്. മറ്റേതെങ്കിലും സഹായമോ മറ്റേതെങ്കിലും കാരണമൊക്കെ ഉണ്ടോ എന്ന് ഒരല്പസമയത്തിനകം തന്നെ അത് കുറച്ചുകൂടി വ്യക്തമായി പുറത്തേക്ക് വരും. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ചെറിയ തെളിവുകൾ പോലും അവശേഷിക്കരുതെന്ന് നിർബന്ധം പിടിച്ച് വളരെ ആസൂത്രിതമായിട്ടാണ് ഇയാൾ ഈ കവർച്ച നടത്തിയത്. കൊള്ളക്കാരൻ പിടിയിലായി എന്നൊക്കെ നമ്മൾ എഴുതി കാണിക്കുമ്പോൾ കൊച്ചു പിച്ചാത്തിയുമായിട്ട് 15 ലക്ഷം രൂപ അപഹരിക്കാൻ ഒരു ബാങ്കിലേക്ക് കടന്നിയെന്ന് മോഷണം നടത്തിയ ഒരാളെ കൊള്ളക്കാരെന്ന് പറയാമോ എന്ന് തന്നെ നമുക്ക് അറിയില്ല. കാരണം ഇയാൾക്ക് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇയാൾ പിടിക്കപ്പെടില്ലെന്ന്. കാരണം ഇയാൾ മങ്കി ക്യാപ്പ് വെച്ചിട്ട് മുഖം മറച്ചു, അതിന് മുകളിൽ ഹെൽമെറ്റ് വെച്ചു. അപ്പോൾ ആ ഹെൽമെറ്റ് അയാൾ ഒരിക്കലും ഊരിയില്ല. മാത്രമല്ല പോലീസിനെ വെട്ടിക്കാനായിട്ട് 1.5 കിലോമീറ്റർ മാത്രമാണ് ഈ ബാങ്കിൽ നിന്ന് ഇയാളുടെ വീട്ടിലേക്കുള്ള അകലം. അവിടെ നിന്ന് മാറി ഇടവഴിയിലൂടെ സഞ്ചരിച്ചു. ഗ്ലൗസ് ധരിച്ചു, ഫിംഗർ പ്രിൻറ്റിൽ പിടിക്കപ്പെടാതിരിക്കാൻ. അങ്ങനെ എല്ലാം അയാൾ ചെയ്തു. പക്ഷേ എന്നിരുന്നാലും ഈ ഡിജിറ്റൽ ലോകത്ത് 1, 2, 3 തെളിവുകൾ നിങ്ങളെ പിടികൂടാൻ ബാക്കിയുണ്ടാകും, ഉറപ്പാണ്.
പോട്ടയിലെ ആശാരിപ്പാറയിലാണ് ഇയാളുടെ വീട്. ആ വീട്ടിൽ ആണ് ഇയാൾ ഈ 10 ലക്ഷം രൂപ സൂക്ഷിച്ചിരുന്നത്. വളരെ നല്ലൊരു വീടാണ്, ഈ അടുത്തിടെ വെച്ച വീടാണ്. അപ്പം വീടൊക്കെ നല്ല ഗംഭീരമായിട്ട് വെച്ച ഒരാൾ, ഗൾഫിൽ ഭാര്യയ്ക്ക് ജോലിയൊക്കെ ഉണ്ട്, അത്യാവശ്യം സുഖകരമായി ജീവിക്കുന്ന ഒരാൾ ഇങ്ങനെ മോഷണം നടത്തുമെന്ന് കേട്ടപ്പോൾ നമ്മുടെ പോലീസിന് തന്നെ ഒരു ഞെട്ടലായിപ്പോയി. സൂരജ് സജി ഈ വീട്ടിലെ മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സൂരജ്, ഗുഡ് മോർണിംഗ്, പറയൂ. എസ്കേൻ, ഇപ്പോൾ നമ്മളൊരു ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. എസ്കേൻ, കഴിഞ്ഞ ബുധനാഴ്ച ഈ പ്രതി ചാലക്കുടി പള്ളിപ്പെരുന്നാളിനെത്തി അവിടെ പ്രവാസികളുടെ അമ്പുപെരുന്നാളിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. എസ്കേൻ, അവിടെ വച്ചാണ് ഈ പ്രതി ഈ പള്ളിപ്പെരുന്നാളിനെത്തിയ മറ്റൊരാളുടെ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് നോട്ട് ചെയ്യുന്നതും ആ നമ്പർ നോട്ട് ചെയ്യുന്നതും പിന്നീട് ആ നമ്പർ വ്യാജ നമ്പർ പ്ലേറ്റായി ഉപയോഗിക്കുകയായിരുന്നു. ആ പെരുന്നാളിനെത്തി അയാളെ പെരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. എസ്കേൻ, അതോടൊപ്പം തന്നെ ഇതാ ഈ കാണുന്ന വീടാണ് ഈ പ്രതിയായിട്ടുള്ള റിജോ ആന്റണിയുടെ വീട്. നമുക്ക് കാണാം, ഒരു വലിയ വീടും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. അവരെ സംബന്ധിച്ച് വലിയ നല്ല കുടുംബ പശ്ചാത്തലം. റിജോയുടെ അച്ഛൻ എന്ന് പറയുന്നത് മുൻ റിട്ടയർഡ് വില്ലേജ് ഓഫീസർ അടക്കമുള്ള വ്യക്തിയായിരുന്നു റിജോയുടെ അച്ഛൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ നാട്ടിൽ പോലും അറിയപ്പെടുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഒരാൾ ഇങ്ങനെ ഒരു കേസിൽ പെടുമെന്ന് ഒരു വേള പോലും ഈ പ്രദേശവാസികൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇന്നലെ ഈ പോലീസ് ഇവിടെ എത്തുന്ന സമയത്താണ് ഇവരടക്കം ഈ വിവരം അറിയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ ഒരു കുടുംബസംഗമം നടന്നിരുന്നു. ആ കുടുംബസംഗമം നടക്കുന്ന സമയത്ത് ഇവിടെ വന്ന പള്ളിയിലെ വികാരി ഈ കേസിനെ കുറിച്ച് റിജോയ് അടക്കം കൂടി നിൽക്കുന്ന സമയത്ത് സംസാരിച്ചിരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്ന പോലീസ് ഈ മേഖലയിൽ വ്യാപക തിരച്ചിൽ നടത്തുന്നുണ്ട്, ഈ പ്രതി ഇവിടത്തുകാരനാണോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റിജോ ഈ പ്രതിയെ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന തരത്തിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഈ കൗൺസിലർ അടക്കം ഇന്നലെ നമ്മളുമായി സംസാരിക്കുമ്പോഴെല്ലാം അവർ വ്യക്തമാക്കിയിരുന്ന കാര്യം. ഈ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഈ നാട്ടുകാർ പറയുന്നത് റിജോ അധികം ആ നാട്ടുകാരുമായിട്ടൊരു സൗഹൃദമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ റിജോയ്ക്ക് റിജോയുടേതായ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നു, അതോടൊപ്പം തന്നെ 5 സ്റ്റാർ ബാറുകളിലേക്ക് എത്തുന്നു. അങ്ങനെ അവിടെയെല്ലാം തന്നെ ഈ ദൂർത്ത് ഭാര്യ വിദേശത്തു നിന്ന് അയച്ചു കൊടുത്ത പണം ചിലവാക്കിയതാണ് ഈ ഒരു മോഷണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മളോടൊപ്പം എന്താ ഇവിടുത്തെ കൗൺസിലർ കൂടി ചേരുകയാണ്. ഇന്നലെ ഈ പോലീസ് ഇവിടെ വരുന്ന സമയത്താണല്ലേ ഈ വിവരം അറിഞ്ഞത്? ഇന്നലെ അന്വേഷിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നില്ല. 12:30 തുടങ്ങി പോലീസ് ഈ ഭാഗത്ത് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4:30-5:30 സമയത്ത് CCTVയിൽ ഇങ്ങോട്ട് മുഖം കണ്ടിരുന്നു. അത് ക്ലാരിഫിക്കേഷൻ വന്നി ഒരു 7 മണിയൊക്കെ 6 മണിയായപ്പോഴേക്കും കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ ഞങ്ങളാരും വിശ്വസിച്ചില്ല. അത്യാവശ്യം മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, 2.5 കൊല്ലമായിട്ടുള്ളൂ ഇവിടെ വന്ന് താമസിച്ചിട്ട്, ഒരു മോളുള്ളത്. ഈ പ്രദേശത്തുള്ളവർക്ക് ഇങ്ങനെ ഒരു വ്യക്തി ചെയ്യുമെന്ന് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റണില്ല. ഇവിടെ ഒരു കുടുംബസംഗമം നടന്നപ്പോൾ അവിടെ ഇത് ചർച്ചയാവുകയും ചെയ്തു അല്ലേ ഈ വിഷയം? അത് കുടുംബസമ്മേളനം നടക്കുമ്പോൾ നമ്മൾ 10-20 വീട്ടുകാർ ഉള്ള സമ്മേളനമാണ് ഇത് കുടുംബസമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ പള്ളിയിൽ അച്ഛൻ വന്നപ്പോൾ ചുറ്റും പോലീസുകാർ ഈ പ്രദേശം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ പ്രദേശത്തേക്കാണ് കള്ളം വന്നേക്കണേന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഈ പ്രദേശത്ത് ഉള്ളവരൊന്നും ആയിരിക്കില്ലേ, കള്ളനെ ഒന്നും പിടിക്കില്ല എന്നുള്ളൊരു ധാരണയിൽ ആൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതായത് പിടിക്കപ്പെടില്ല എന്നുള്ളത്. പിന്നെ ആള് മദ്യപിക്കുമെന്ന് പറയണ, നമ്മളൊക്കെ നേരിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. കാര്യം എൻ്റെ വീട് ഇതിൻ്റെ അവിടെ നിന്ന് ദൂർത്തുണ്ടായിരുന്നോ? ദൂർത്ത് എന്താ ദൂർത്തെന്ന് നമുക്ക് അറിയില്ല. ആൾക്ക് ദൂർത്തുണ്ടായിരുന്നു ആൾക്കാർ പറയണു. അറിയുമായിരുന്നു. വീട് കടബാധ്യത കുറച്ചുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതാ വീട് പണിതയിലും ഇത് ചെയ്യണേലും കുറച്ച് കടബാധ്യതയുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് ഭാര്യ വിദേശത്തുനിന്ന് പൈസ അയച്ചു കൊടുക്കണം. ആ പൈസ ആള് എന്തെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവും. ആ പൈസയ്ക്ക് വേണ്ടി ആയിരിക്കും ഇത് ചെയ്തതെന്നാണ് കാര്യം. ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ആള് വിദേശത്ത് ജോലിയായിരുന്നു, അത്യാവശ്യം മാന്യമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു എന്ന് ഒരു ദുർബല നിമിഷത്തിൽ ആള് ഞെട്ടലായി പോയി. ഇതൊരു ഞെട്ടൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത, എല്ലാവരോടും കൂടി ഇടപഴകി കഴിയുന്ന ഒരാൾ, ഒരു മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കള്ളത്തരം ഇത് ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. അത് ഇത് തന്നെയാണ്, അതായത് 2020 വരെ ഈ റിജോ വിദേശത്തായിരുന്നു ജോലി ചെയ്യുന്നത്. ഈ കോവിഡിന്റെ ഒക്കെ സമയത്ത് റിജോയ്ക്ക് ജോലി നഷ്ടമാകുന്നു. പിന്നീട് നാട്ടിലെത്തിയ ശേഷം ഒരു പണിക്കും പോയിരുന്നില്ല. ഭാര്യ അയച്ചു കൊടുക്കുന്ന ഈ തുകയിലായിരുന്നു ജീവിതം മുന്നോട്ട് പോയത്. അതിനിടയിലാണ് കഴിഞ്ഞ ഏപ്രിലിൽ വിദേശത്തേക്ക് ജോലിക്കായി പോയ ഭാര്യ ഈ ഏപ്രിലിൽ മടങ്ങി വരുമെന്ന വിവരം റിജോ അറിയുന്നത്. പക്ഷേ ഈ ഭാര്യ പലപ്പോഴായി അയച്ചു കൊടുത്ത പണം അത് ചിലവാക്കുകയും ചെയ്തു, ഈ ദൂരത്തിന്റെ ഭാഗമായി ചിലവാക്കുകയും ചെയ്തു. പോരാത്തതിന് പലിശക്കാരോടക്കം പണം വാങ്ങുകയും ചെയ്തു. ഈ തുകയെല്ലാം എങ്ങനെ തിരികെ നൽകും എന്നറിയാത്തത് കൊണ്ട്
അതിനൊരു എളുപ്പമാർഗം എന്ന തരത്തിലാണ് ഈ ഫെഡറൽ ബാങ്കിൽ മോഷണം നടത്തുക എന്ന ആശയത്തിലേക്ക് എത്തിയതെന്നുള്ളതാണ് റിജോ നൽകിയിരിക്കുന്ന മൊഴി. നാട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും മാന്യനായി കരുതിയ ഒരു വ്യക്തി അത് ഇത്തരം ഒരു കേസിൽ പിടിക്കപ്പെട്ടതിന്റെ ഞെട്ടലിൽ തന്നെയാണ് ഈ നാടാകെയുള്ളത്. ഓക്കെ, താങ്ക് യു. സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്.